കറിവേപ്പിൻ തൈ പിടിച്ചു കിട്ടിയാൽ പിന്നെ കാട് പോലെ വളരും കേട്ടോ. അതിനുദാഹരണമാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. ഒരു തൈ നട്ടുപിടിപ്പിച്ചാണ് പിന്നെ ഈ വേരിന്ന് പൊട്ടി മുളച്ചതാണ് കേട്ടോ ബാക്കി എല്ലതും. അപ്പോൾ കഞ്ഞിവെള്ളവും വെണ്ണീറും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പ് നന്നായി വളരും. പിന്നെ നന്നായി വളർന്നു കഴിഞ്ഞ് നല്ല മൂത്ത ഇലകളൊക്കെ ആകുമ്പോൾ ഇതുമാതിരി കമ്പ് മുറിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ബുഷായിട്ട് നിറയെ ഇലകൾ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ കറിവേപ്പിലൊന്നും കളയണ്ട കേട്ടോ. ഇത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാൻ പറ്റേ. അപ്പോൾ കറിവേപ്പൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നല്ലോണം തോർന്നതിന് ശേഷം ഇങ്ങനെ ഇലകൾ മുഴുവൻ വേർപെടുത്തിയിട്ട് കവറിൽ ഇട്ട് വെക്കും കേട്ടോ. തണ്ടോട് കൂടിയിട്ടാണ് ഞാൻ കവറിൽ ഇട്ട് വെക്കണത്. ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗം ഉള്ളതൊക്കെ ചീഞ്ഞു പോകും. ഇനി കവർ നന്നായി മടക്കിയതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. പച്ചക്കറിയൊക്കെ വെക്കുന്ന ട്രേയിലാട്ടോ ഞാനിപ്പോൾ സൂക്ഷിച്ച് വെക്കണത്. ഇങ്ങനെ ഫ്രിഡ്ജില്ലാത്തവർക്ക് വെള്ള കുപ്പിയിലും സൂക്ഷിച്ച് വെക്കാം.